ഇത് വെറും ഗ്രൂപ്പ് വളർത്താൻ കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ്, പൈസ ഉണ്ടാക്കുന്ന പരിപാടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചൊല്ലി 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 അവസാനം സ്കൂൾ ഉണ്ടാകാം, കറാമത്താണ്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കോളേജ് ഉണ്ടാകാം, സ്വലാത്ത് ചൊല്ലി ചൊല്ലി വലിയ വലിയ അക്കാദമിക തലങ്ങൾ ഉണ്ടാക്കാം, സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹോസ്പിറ്റൽ ഉണ്ടാകാം. എന്താ നമ്മൾ ഇത്ര കാലം നിസ്കരിച്ചിട്ട് നമുക്കൊരു സ്കൂൾ പോലും ഉണ്ടാകാത്തത്? ഇത്ര കാലം നമ്മൾ നിസ്കരിക്കണം, ജമാഅത്തായിട്ട് നിസ്കരിക്കണത്, ജമാഅത്തായിട്ട് പള്ളിയിൽ എത്ര കൊല്ലായി നിസ്കരിക്കണത്, എന്തേലും സ്കൂൾ പോലും ഇല്ലാത്ത. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞെന്തറിയോ, എന്റെ കൂടെ അക്യുപഞ്ചറിന് പഠിക്കേണ്ട ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇസ്ലാമിൽ ജമാഅത്തായി ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ജമാഅത്തായി ചെയ്യണത്. അപ്പൊ ഈ രണ്ടിനും ഫായിദ കിട്ടണ്ടേ? സ്വലാത്ത് ജമാഅത്തായി ചൊല്ലാൻ തുടങ്ങിയപ്പോ സ്വലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് സ്കൂളുണ്ടായി, കോളേജ് ഉണ്ടായി, സ്ഥാപനങ്ങൾ ഉണ്ടായി, ജംഗമ വസ്തുക്കൾ ഉണ്ടായി, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായി, വലിയ വലിയ കാറുകൾ ഉണ്ടായി. എന്നാ എത്ര കാലായി പള്ളിയിൽ ഇമാമത്തിന് നേതൃത്വം കൊടുക്കണം, ഓനെപ്പോഴാ 10,000 ഉറുപ്പ്യം 3 നേരത്തെ ചെലവും, വേറൊന്നുമില്ല. അത് ജമാഅത്തല്ലേ? എന്തേ അവിടെ ഉണ്ടാകാത്തത്? അത് ഇബാദത്താണ്, സ്വലാത്ത് ഇബാദത്താണ്. ആ ഇബാദത്തിന് പണം ഉണ്ടാകൂല, ആ ഇബാദത്ത് വിറ്റിട്ട് കാശുണ്ടാക്കാൻ പറ്റൂല. ആ ഇബാദത്തിനൊരു ദിവസം നിശ്ചയിച്ചിട്ട് ആ ദിവസത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഭക്ഷണം വിളംബരം ചെയ്തിട്ട്, അവിടെ ഭക്ഷണം വിളമ്പിയിട്ട്, അവിടെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടിയെ കൊടുക്കുന്ന സ്വലാത്താണ്, കാല് മുറിഞ്ഞു പോയവന്റെ കാല് നേരെയാക്കുന്ന സ്വലാത്താണ്, ചെവിക്ക് കേൾവിയില്ലാത്തവന് ചെവി കൊടുക്കുന്ന സ്വലാത്താണ്, കണ്ണിന് കാഴ്ച ശക്തി നൽകാത്തവന്, കണ്ണിന് കാഴ്ച ശക്തി ഇല്ലാത്തവന് കാഴ്ച ശക്തി കിട്ടുന്ന സ്വലാത്താണ്. ഇതെല്ലാം പേരില. അപ്പൊ അപ്പുറത്തൊരു പറയുന്നത് തട്ടിപ്പാണ്, അപ്പുറത്തും പറയും ഇത് തട്ടിപ്പാണ്, അപ്പുറത്തും പറയും അതും തട്ടിപ്പാണ്. അങ്ങനെ ഇട്ട അടുപ്പിന്റെ കല്ലിട്ട മാതിരി 3ഉം തട്ടിപ്പാണ്. അല്ലേ മനസ്സിലാവുക? എല്ലാം തട്ടിപ്പ്, തരികിട. ഇവിടെ ഒരു സ്വലാത്ത് നഗർ, അവിടെ ഒരു പെട്ടി. എന്തിനാ? പൈസ ഇടാൻ. ഇബാദത്തെടുക്കത്തിനെ കൂട്ടൊരു പൈസ, പള്ളി ഉണ്ടാക്കാൻ പൈസ വേണം. ശരിയാണ്, അത് അള്ളാഹ് പറഞ്ഞതാ, അള്ളാഹ് പഠിപ്പിച്ചാണ്. ഒരു പള്ളി ഉണ്ടാക്കണോ, ഒരു ചെറിയ പള്ളിയെങ്കിലും നമ്മൾ ഉണ്ടാക്കണോ, നമ്മളെ വീട്ടിലെങ്കിലും ഉണ്ടാക്കണോ. ഒരു പള്ളി നല്ലതാണ്, സ്വർഗത്തിൽ പള്ളി കിട്ടും, കൂലിയിടുന്ന കാര്യ. സ്വലാത്ത് നഗർ, സ്വലാത്ത് നഗർ എന്നൊരു സ്ഥലങ്ങൾ ഉണ്ടാക്കണോ? ഒരു ഹദീസ്. സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് സ്ഥലം ഉണ്ടാക്കണം, ഒരു അഥർ. സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞൊരു പ്രദേശങ്ങൾ ഉണ്ടാക്കണം, ഒരു ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഉലമാക്കളുടെ ഒരു ഖൗൽ. ലാ യൗമുൽ ഖിയാമ ഉണ്ടാവില്ല. ബിസിനസ്, പുണ്യകരമായ ഇബാദത്തായ സ്വലാത്തിനെ തട്ടിപ്പിന്റെ കേന്ദ്രമാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു സ്വലാത്തിന്റെ നഗറില്ല, ഇങ്ങനൊരു സ്വലാത്തിന്റെ പ്രത്യേകമായ ഒരു വാർഷികമില്ല, ഒരു മാമാങ്കല്ല. എന്നാ സ്വലാത്തുണ്ടത് അള്ളാഹ് പഠിപ്പിച്ചതാണ്. അള്ളാഹ് പറഞ്ഞു സ്വലാത്ത് ചൊല്ലണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ, കാരണം അതെന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ? അല്ലാഹു അഅലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു അയാളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ നബി പറയാണ്, എന്റെ പേര് കേട്ടിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അയാൾ നിന്ദ്യനായി പോട്ടെ, നിന്ദ്യനായി പോട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പേര് കേട്ടിട്ട് ഒരു സ്വലാത്ത്, എന്റെ പേര് കേട്ടിട്ട് അയാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അൽ ബഖീൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണടോ ബഖീൽ? ആരാണ് പിശുക്കൻ? ആരാണ് പിശുക്കൻ? ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാ സ്വലാത്തിന്റെ ഫളല്, എത്രയാ സ്വലാത്തിന്റെ ഫവായിദുകൾ. പ്രിയമുള്ളവരെ, ആ സ്വലാത്ത് ഇബാദത്താണ്. പക്ഷെ അതിന്റെ കോലം മാറ്റി, അതിനെ ബിദ്അത്താക്കി. എന്നിട്ടോ മുട്ടിപ്പടി കോണോമ്പാറ സ്വലാത്തിലേക്ക് ബിദ്അത്ത് നഗർ ഉണ്ടാക്കി. എല്ലാവരും ബിദ്അത്തിൽ. ഇനി ഞാൻ പറഞ്ഞിട്ടെന്തറിയോ? ബിദ്അത്തിലൂടെ ശിർക്കിലേക്ക്. അവിടെ ചെന്നിട്ട് എന്താ നേതൃത്വം കൊടുക്കുകയാണ്? എന്താണ്? തങ്ങളെ റഊഫായ തങ്ങളെ, റഹീമായ തങ്ങളെ, കാണുന്നില്ല തങ്ങളെ, കേൾക്കുന്നില്ല തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, ഞങ്ങളെ സദസ് കാണുന്നില്ല തങ്ങളെ, ഞങ്ങളെ അവസ്ഥ കാണുന്നില്ല തങ്ങളെ, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങളെ, ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ടിക്കറ്റ് കൊടുത്ത തങ്ങളെ,
തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അള്ളാഹു പടച്ചത് തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, അധികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തണ തങ്ങള്. ഹാളുള്ള തങ്ങളെ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ തങ്ങളെ, ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ. പേരെന്താ? സ്വലാത്ത് നഗർ. സ്വലാത്തല്ല വന്നതാ, ബിദഅത്ത് ഉണ്ടാക്കിയത്. ബിദഅത്തിലൂടെ എങ്ങോട്ടാ പോണത്? നേർക്ക് നേരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടുന്നു, സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. എല്ലാ പ്രതിസന്ധികൾക്കും തണലായി അള്ളാഹുവിനെ പകരമാക്കി മുഹമ്മദ് നബിയെ കൊണ്ടുവരുന്നു. സ്വലാത്ത് എന്ന സുന്നത്തിനെ അട്ടിമറിച്ചിട്ട് ബിദ്അത്താക്കി. ആ ബിദ്അത്തിലൂടെ നരകത്തിലേക്ക്, രണ്ടാമതോ ആ ബിദ്അത്തിലൂടെ നേർക്കുനേരെ അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ, റസൂലിനോട് പാപമോചനം, റസൂലിനോട് ശരണം തേടൽ, റസൂലിന്റെ പേരിൽ അഭയം തേടൽ, റസൂലിന്റെ പേരിൽ നേർച്ചയർപ്പിക്കൽ, റസൂലിന്റെ പേരിൽ സത്യം ചെയ്യൽ. അതുവഴി നരകത്തിലേക്ക് കാലാകാലം കടന്നു പോകുന്ന ശിർക്കായി മാറുന്നു. ബിദ്അത്തുകളുടെ റൂട്ടാണ് മറിച്ചു വിട്ട നേരെ ശിർക്കിക്കാം. ശിർക്കും നരകത്തിലേക്ക്, ബിദ്അത്തും നരകത്തിലേക്ക്. സുബ്ഹാന ജല്ല ജലാലുഹു.